ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്തിൽ പ്രധാനമായും അള്ളാഹു പറയുന്നത്, അള്ളാഹുവിനോട് നിങ്ങൾ സർവകാര്യങ്ങളും സമർപ്പിക്കുകയും നിങ്ങളെ പേടിപ്പിക്കുന്ന സർവ ദുർശക്തികളുടെ കെടുതികളിൽ നിന്നും സർവശക്തനായ ഉടമസ്ഥനായ അള്ളാഹുവിൽ നിങ്ങൾ ശരണം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ള ഒരാഹ്വാനമാണ് മൊത്തത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങുന്നതിന് മുമ്പ്, ഈ സൂറത്തും ഇതിന് തൊട്ടു മുമ്പുള്ള സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഈ രണ്ട് സൂറത്തുകൾക്കും വേണ്ടി ഒറ്റവാക്കിൽ പറയുന്ന ഒരു നാമമുണ്ട്, മുഅവ്വിദത്താൻ, കാവൽ ചോദിക്കാനുള്ള സൂറത്ത് എന്നാണ് അതിന്റെ അർത്ഥം. കാവൽ ചോദിക്കാനുള്ള സൂറത്ത്. ഈ രണ്ട് സൂറത്തിനും കൂടി ചേർത്ത് പറയുന്ന ഒരു നാമമാണത്. അപ്പൊ ഈ സൂറത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് വേറെ പല നിലയിലും പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്ത് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിക്കുന്നത് ഈ രണ്ട് സൂറത്തുകൾ ഉപയോഗിച്ചായിരുന്നു. മന്ത്രവാദം എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന മന്ത്രവാദമായിട്ട് അതിന് വിലയിരുത്താൻ പാടില്ല. ചിലർക്ക് മന്ത്രവാദം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശിർക്കാണത്, പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ തള്ളാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് സൂറത്തുകൾ ഓതി മന്ത്രിക്കാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തുകൾ പ്രവാചകന്റെ വെള്ള ഉള്ളം കയ്യിൽ ഓതി അത് ശരീരമാസകലം തടകിയതിനു ശേഷമായിരുന്നു തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് കാവൽ ചോദിക്കുവാൻ പറ്റിയ സൂറത്താണ് ഇവ രണ്ടും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഒരു ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. മഹദി അവറുകൾ പറയുന്നു, പ്രവാചകൻ വഫാത്താകുന്നതിനോടനുബന്ധിച്ചുണ്ടായ പ്രവാചകന്റെ രോഗം പനിയായിരുന്നു, ശക്തിയായ പനി. ഈ പനി ബാധിച്ച് തളർന്നു കിടന്ന പ്രവാചകനെ എല്ലാ ദിവസവും പ്രവാചകന്റെ ശരീരത്ത് മുഅവ്വിദത്തൈൻ സൂറത്തുകൾ ഓതി ഞാൻ മന്ത്രിക്കുമായിരുന്നു. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ ഞാൻ ഓതിയതിനു ശേഷം പ്രവാചകന്റെ കൈകളിൽ ഞാൻ ഊതും. പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ ഞാൻ അത് പ്രവാചകന്റെ ശരീരം തടകിക്കൊടുക്കുമായിരുന്നു. പ്രവാചകന്റെ ശരീരം മുബാറക്കാണ്, പ്രവാചകന്റെ ശരീരം കൈ മുബാറക്കാണ്. അതുകൊണ്ട് പ്രവാചകന്റെ കൈകളിൽ പ്രവാചകൻ ഓതാൻ കഴിയാതെ അത്ര സാഹചര്യം അങ്ങനെ വഷളായി കഴിഞ്ഞപ്പോൾ, അത്രമാത്രം രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് കൈകളിൽ ഊതും, പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ അവിടുന്ന് ശരീരം ഞാൻ തടകി കൊടുക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് സൂറത്തുകളാണ് ഇവ രണ്ടും. മന്ത്രം എന്ന് കേൾക്കുമ്പോൾ അത് സ്വഹീഹാവണമെങ്കിൽ രണ്ട് മൂന്ന് നിബന്ധനകൾ. ഈ മൂന്ന് നിബന്ധനയും പാലിക്കപ്പെടുമ്പോഴാണ് മന്ത്രം എന്ന് പറയുന്ന ഹദീസിലൂടെയും ഖുർആനിലൂടെയും പ്രവാചകന്റെ ചര്യയിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ വസ്തു ശരിയാവുകയുള്ളൂ. അതിന് മൂന്ന് നിബന്ധന. അതിലൊന്നാമത്തേത്, അതിലാദ്യമായി ഉണ്ടായിരിക്കേണ്ടത് അറബി ഭാഷയിലായിരിക്കണം എന്നുള്ളതാണ്. അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തേത് ചെയ്യുന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും കുറച്ച് വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാര്യമായില്ല. ചെയ്യുന്ന ഉരുവിടുന്ന വാചകത്തിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത്, മന്ത്രത്തിന് ഒരു കഴിവുമില്ല, മന്ത്രത്തിന് ഒരു ശക്തിയുമില്ല. അത് എവിടെ ആര് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, മന്ത്രം എന്ന് പറയുന്ന ആ ഒരു വസ്തുവിന് ഒരു കഴിവുമില്ല, അല്ലാഹുവാണ് അതിൽ കഴിവ് നിക്ഷേപിക്കുന്നത് എന്ന ഉറച്ച ബോധ്യമുണ്ടാവണം. ഈ മൂന്ന് നിബന്ധനകളും യോജിച്ചു വരുമ്പോഴാണ് മന്ത്രം ശരിയാവുകയുള്ളൂ. ആദ്യമായി പറഞ്ഞത് അറബി ഭാഷയിലായിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അറിയുക കൂടി ചെയ്യണം. ഖുർആനും ഹദീസും അല്ലെങ്കിൽ, ഖുർആനും ഹദീസും കൊണ്ടാണ് മന്ത്രിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല.
ഖുർആനും ഹദീസും അല്ലാത്ത അറബി വാക്കുകളാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. കാരണം എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, ഏത് വാക്കാണ് പറയുന്നതെന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കൃത്യമായിട്ട് ഒരു നിലയിലും ശിർക്കിന്റെ പടച്ചവന് പൊരുത്തമില്ലാത്ത വാക്കുകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയുടെ ശറഹിൽ അല്ലാമ ഇസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നേ പറ്റൂ. വളരെ പ്രധാനമായും രണ്ടാമതായി മൂന്നാമതായി പറഞ്ഞത് അത് മന്ത്രത്തിന് യാതൊരു കഴിവുമില്ല, അല്ലാഹുവാണ് ഇത് നടപ്പിൽ വരുത്തുന്നത് എന്ന ഉറച്ച ബോധ്യമുണ്ടാവണം. ഇന്നയാളെ കൊണ്ട് മന്ത്രിച്ചതിന്റെ പേരിൽ ഇന്ന രോഗം ശിഫയായി, ഇന്നയാള് വന്ന് ഷൂ നോക്കിയപ്പോൾ അതോടുകൂടി പറന്നുപോയി, ആ ഒരു വിശ്വാസം പാടില്ല. അല്ലാഹുവാണ് ഇതൊരു കാരണം. ഇപ്പൊ നമ്മൾ മരുന്ന് കുടിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, മരുന്നല്ലോ നമ്മുടെ അസുഖം യഥാർത്ഥത്തിൽ മാറ്റുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ അസുഖത്തെ ശിഫ നൽകാൻ ഒരു മരുന്നിനും കഴിയില്ല സ്വതസിദ്ധമായിട്ട്. പിന്നെയോ ആ മരുന്നിൽ അല്ലാഹു തആല ശിഫ വെച്ചാൽ മാത്രമേ കഴിയൂ. അതുകൊണ്ടാണല്ലോ ഒരു സമയത്ത് പനി വന്നു, നാം ആ രോഗത്തിന് ആ മരുന്ന് കഴിക്കുന്നു, നമ്മുടെ അസുഖം മാറുന്നു. പിറ്റേ വർഷവും അതേ പനി തന്നെ വന്നു, ആ മരുന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണാതെ വേറെ എഴുതി പോയി വാങ്ങിച്ചാൽ ചിലപ്പോ ശിഫയായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല അതിൽ നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രോഗം ശിഫയാവുകയുള്ളൂ എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഒരു കാരണം മാത്രമാണ് മന്ത്രം. മന്ത്രത്തിനൊരു കഴിവുമില്ല. അതിൽ അല്ലാഹു തആല രോഗശിഫ വെച്ചാൽ മാത്രം നമ്മുടെ രോഗത്തിന് ശിഫ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ മന്ത്രം അനുവദനീയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളെ മന്ത്രിച്ചിട്ടുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, അല്ലാഹുമ്മ ശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ രോഗത്തിന് ശിഫ കൊടുക്കണമേ, നീയല്ലാതെ മറ്റൊരു ഷാഫിയില്ല, പൂർണ്ണമായ ശിഫ, ഒരൽപ്പം പോലും രോഗം അവശേഷിക്കാത്ത നിലയിൽ സമാധാനം ഈ രോഗിക്ക് നൽകണമേ. ഇത് പ്രാർത്ഥനയല്ലേ? ആരോടാണ് ഇത് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിനോടല്ലേ? ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, ഇത്തരത്തിലുള്ള മന്ത്രം അല്ലാഹുവും പ്രവാചകനും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇത്തരത്തിൽ ഈ മേൽ സൂചിപ്പിക്കപ്പെട്ട 3 വിശ്വാസത്തോടുകൂടി 3 ഡിമാൻഡുകളോടുകൂടി ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഫുഖഹാക്കളുടെ ഉലമാക്കളുടെ അഭിപ്രായം. അപ്പൊ ഈ സൂറത്തിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ആദ്യ വരിയിൽ അല്ലാഹ് പറയുകയാണ്, ഖുൽ, നബിയെ അങ്ങ് പറയുക, ഖുൽ അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട്. എത്ര അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത്, ജനങ്ങളുടെ രക്ഷിതാവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞബിയെ മനസ്സിലാവുന്നുണ്ടോ? ജനങ്ങളുടെ രക്ഷിതാവിനോട്, സർവശക്തനായ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ പഠിപ്പിച്ചില്ല, എന്ന് പറയാൻ ഇവിടെ കൽപ്പിച്ചില്ല. ജനങ്ങളുടെ രക്ഷിതാവിനോട് കാവൽ ചോദിക്കാൻ പറയൂ. കാരണം കാവൽ ചോദിക്കുന്നത് അധികവും നമ്മെ വേട്ടയാടുന്ന പല പരീക്ഷണങ്ങളുടെ പേരിലും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളുടെയും പേരിലായിരിക്കും നാം കാവൽ ചോദിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നാമുമായി അടുത്തിരിക്കുന്ന, ഏറ്റവും നാമുമായി ബന്ധമുള്ളവരോട് ചോദിക്കാനായിരിക്കും കൂടുതൽ നാം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ജനങ്ങളുടെ രക്ഷിതാവ്, വേറെ എന്തിന്റെ അല്ല, എല്ലാത്തിനും രക്ഷിതാവാണ്. എങ്കിൽ പോലും നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേദന തന്ന രക്ഷിതാവ്, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന രക്ഷിതാവ്, നിങ്ങളുടെ ബലഹീനതയും നിങ്ങളുടെ കുറവും നിങ്ങളുടെ ബുദ്ധിമുട്ടും നിങ്ങളുടെ വേദനയും യാതനയും കഷ്ടപ്പാടും അറിയുന്ന രക്ഷിതാവ്, ജനങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനോട് ചോദിക്കൂ. ഇതിനാണ് റബ്ബിൻ നാസ് എന്ന പദപ്രയോഗം അല്ലാഹ് നടത്തിയത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ ഉടമസ്ഥൻ, ജനങ്ങളുടെ സംരക്ഷകനായ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ജനങ്ങളുടെ രക്ഷിതാവെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇന്ന് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് രോഗങ്ങളാകട്ടെ മറ്റെന്തെങ്കിലും വസ്തു വകകളാവട്ടെ, എന്താണെങ്കിലും നമ്മെ ബാധിക്കുന്ന ഒരു ഇടങ്ങേറിന്റെ പേരിൽ നാം സമീപിക്കാറുള്ള, ഇല്ലെങ്കിൽ നാം സ്വീകരിക്കാറുള്ള ചുറ്റുപാടും രീതിയും എങ്ങനെയാണെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു രോഗം പിടിപെട്ടു, ഇല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഈ സമയത്ത് വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും?
4 പേരാണ് ആ സമയത്ത് വീട്ടിലുള്ളതെങ്കിൽ 4 പേരും നാനാഭാഗത്തും ഇറങ്ങി ഓടും ഒരു വാഹനം, എങ്ങനെയെങ്കിലും ഒരു വാഹനം തരപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. 4 പേരും നാനാഭാഗത്തേക്കും ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഓടി പാതിരാ സമയത്ത് ഒരു ഓട്ടോയോ ഒരു ടാക്സിയോ വിളിച്ചുകൊണ്ടുവന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. 4 പേരും നാനാഭാഗത്തേക്കും ഓടി കണ്ടുപിടിച്ചു, ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തന്റെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെച്ചോ. ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ കുറെ ഒരു മണിക്കൂർ ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇല്ല മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയിക്കോ. അപ്പൊ ഈ 1 മണിക്കൂറും അവർ ആകെ പരിഭ്രാന്തിയിലാണ്, ആകെ വെപ്രാളത്തിലാണ്. മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ കുറെ ഇടി അത് ഇതെല്ലാം കൊടുത്ത് അനക്കം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങളൊരു കാര്യം ചെയ്യും ലക്ഷോറിലേക്ക് കൊണ്ടുപോയിക്കോ. അവിടെ ലക്ഷോറിലേക്ക് വിടുക. വീണ്ടും പരിഭ്രാന്തി. ഇവിടെ അള്ളാഹ് എന്താ പറയുന്നത്? 4 പേരും കൂടി, നിങ്ങൾ 4 പേരും പരിഭ്രമിച്ച് കിടന്ന് വെപ്രാളം പെട്ട് കരഞ്ഞ് 4 പേരും ഓടി 4 ഭാഗത്തേക്കും പോയിട്ട് കാര്യമില്ല. ഒരാൾ അവിടെ ഇരുന്ന് 2 റക്അത്ത് നമസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യ്. റബ്ബിന്നാസ്, അല്ലാഹുവേ, ജനങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, ഒരാൾ മാറി നിന്ന് ദുആ ചെയ്യ്, 2 റക്അത്ത് നമസ്കരിച്ച്. എന്റെ മകന് വന്നിരിക്കുന്ന ആപത്ത്, എന്റെ മകന് വന്നിരിക്കുന്ന ആക്സിഡന്റ്, എന്റെ ഭാര്യയ്ക്ക് വന്നിരിക്കുന്ന ഈ ഒരു അറ്റാക്ക്, പടച്ചവനെ നീ മാറ്റണം. അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ അതിന്റെ മരുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഡോക്ടറെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് പോയിട്ടുണ്ട്. നീ അതിനൊരു പരിഹാര മാർഗം കാണണം. ഒരാൾ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് ദുആ ചെയ്യണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം. പ്രവാചകന്റെ മാർഗം അതല്ലേ? യുദ്ധത്തിന് പോകുമ്പോൾ പോലും എല്ലാവരെയും അഴിച്ചുവിട്ട് പോയി അടിച്ചോളാൻ നബി ഞങ്ങൾ പറയില്ല. ഒരു സംഘം യുദ്ധം ചെയ്യട്ടെ, ഒരു സംഘം ഇവിടെ ഇരുന്ന് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ടോ? ഒരു മുസ്ലിമിന് ഇടങ്ങേറി വരുമ്പോൾ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പരീക്ഷണം വരുമ്പോൾ ചെയ്യേണ്ട മാതൃകായോഗ്യമായ ഒരു കാഴ്ചപ്പാടാണിത്. എല്ലാവരും പോയി നാനാഭാഗത്ത് 4 പേരും പോയി ടെൻഷൻ അടിക്കലല്ലേ അതുകൊണ്ട് മാർഗമുള്ളൂ. 4 പേരുണ്ടെങ്കിൽ 3 പേര് പോയി വാഹനം അന്വേഷിക്കട്ടെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. അതിൽ ഒരാളെ മാറി ഇന്ന് 2 റക്അത്ത് നമസ്കരിച്ച് പടച്ചവനെ വിളിച്ച് ദുആ ചെയ്യട്ടെ. ഇതാണ് മാർഗം, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ നാം എന്ത് ചെയ്യും? 4 ഹോസ്പിറ്റൽ അവിടെ ഇവിടെയും പാഞ്ഞു നടന്ന് എല്ലാവരും ടെൻഷൻ അടിക്കലല്ലാതെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കൈവിട്ട് കഴിയുമ്പോൾ പള്ളിയിലേക്ക് ഒരു ഫോൺ, ഉസ്താദേ ഇന്നലെ ഒരു രക്ഷയില്ല, 4 ഹോസ്പിറ്റലിൽ പോയി, 4 ഹോസ്പിറ്റലിന്റെ രക്ഷയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്, ഇനി ഒന്ന് ദുആ ചെയ്യണം. ഉണ്ടാ? അപ്പൊ ഡോക്ടർമാരെല്ലാം തള്ളി, ഇനി ഒരു രക്ഷയില്ല, എല്ലാ സൃഷ്ടികളുടെയും സഹായം തേടിയിട്ട് എല്ലാവരും കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇനി മൂപ്പല്ലേ വിളിക്കാം. ഇതാണ് നമ്മുടെ രീതി. അതല്ല മാർഗം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം റബ്ബനെ വിളിക്കണം, ആദ്യം അല്ലാഹനെ വിളിക്കണം, ആദ്യം അല്ലാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കണം, റബ്ബിലേക്ക് എല്ലാം ഏൽപ്പിക്കണം. എന്നിട്ട് വേണം ബാക്കി കാരണങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാൻ. കാരണങ്ങൾ അതിന് പിന്നിൽ നമ്മൾ അന്വേഷിക്കണം. അതിനുശേഷമായിരിക്കണം അന്വേഷിക്കേണ്ടത്. ഐസിയുവിൽ കയറ്റി നമുക്ക് വേണ്ടപ്പെട്ടവർ ഐസിയുവിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണം? ആശുപത്രി വരാന്തയിൽ നമുക്ക് നമസ്കരിക്കാമല്ലോ. ഒരു ഷോളോ ഒരു തോർത്തോ 10 രൂപയ്ക്ക് വാങ്ങിയാൽ അവിടെ ഒരു തോർത്ത് വെച്ച് 2 റക്അത്ത് നമസ്കരിച്ച് പടച്ചവനെ നമുക്ക് ദുആ ചെയ്യാൻ. വെറുതെ വേവലാതെ വിട്ടിട്ട് കാര്യമില്ല. ഐസിയുവിൽ കിടക്കുകയാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ, അവിടെ ഒരു തോർത്ത് വിരിച്ച് 2 റക്അത്ത് നമസ്കരിച്ച്, അല്ലാഹുവേ, എന്റെ ഇന്നയാൾ, എനിക്ക് വേണ്ടപ്പെട്ടയാൾ ദാ ഭീകരാവസ്ഥയിൽ കിടക്കുകയാണ്. നീയല്ലാതെ ഡോക്ടർമാരും മരുന്നുകളൊക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഷാഫി നിന്റെ കയ്യിലാണ് ശിഫ. നീ ഇതിന് ശിഫ നൽകണം, നീ ശിഫപ്പെടുത്തണമുണ്ടോ? അള്ളാഹ്ക്ക് എത്ര ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു അതിന് ശിഫ നൽകും, അള്ളാഹു അതിന് ആശ്വാസം നൽകും. ഇതാണ് പ്രവാചകന്റെ ചര്യ. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധത്തിന്റെ മുഖത്ത് പോലും സ്വഹാബികൾ അതും വളരെ തുച്ഛമായ സ്വഹാബികൾ. ബദർ യുദ്ധത്തിൽ എത്ര പേരുണ്ട്? വെറും 313 സ്വഹാബികൾ, 3 ഇരട്ടി വരുന്ന ശത്രുക്കൾ, 1000 ചില്ലുവാനും വരുന്ന ശത്രുക്കൾ അല്ലേ? 3 ഇരട്ടി വരുന്ന ശത്രുക്കൾ, 313 സഹാബികൾ. വേറെ സഹാബികൾ ഇല്ലാത്തത് കൊണ്ടല്ല, കുറച്ചു പേരെ അവിടെ ഇരുത്തി. പ്രവാചകൻ ആദ്യം ദുആ ചെയ്യാൻ വേണ്ടി വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്നു. അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ സമൂഹത്തെ, ഈ വളരെ തുച്ഛമായി വരുന്ന ഈ സമൂഹത്തെ നീ എങ്ങാനും പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലാഹുവേ, ലാ തുഅബദ അബദ, ഇനി ഈ ഭൂമിയിൽ അല്ലാഹ് എന്ന് വിളിക്കാൻ ഒരാളും ഉണ്ടാവില്ല. എന്റെ കയ്യിലുള്ള ആകെയുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇറങ്ങിയിരിക്കുക. ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ ദുആ ചെയ്യുന്നു, കുറച്ചുപേർ ഇതാ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. ഇവരെ നീ നശിപ്പിക്കരുതേ. അവ ഇറക്കി വിട്ടിട്ട് അവിടുന്ന് ഒരു വൃക്ഷത്തിന്റെ തണലിരുന്ന് ദുആ ചെയ്യുകയായിരുന്നു. അപ്പൊ അതാണ് എന്റെ ശരി. നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മെ വേട്ടയാടുമ്പോൾ പ്രഥമമായി നാം സ്വീകരിക്കേണ്ട ഇസ്ലാമിക തത്വം അതാണ്, ഇസ്ലാമിക സംസ്കാരം അതാണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന മാന്യത അതാണ്. ആദ്യം അല്ലാഹുവിലേക്കെല്ലാം സമർപ്പിക്കുക, അല്ലാഹുവിനെ വിളിക്കുക, പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നാം എന്ത് ചെയ്യുക? അതിന്റെ കാര്യങ്ങളൊക്കെ നിൽക്കുക. അല്ലാഹ് നടത്തിക്കൊണ്ടു തരും, അല്ലാഹ് ശിഫയാക്കി തരും എന്ന് പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഇരുന്നാൽ പോരാ.
അതിന്റെ കാര്യങ്ങൾ കൂടി നടത്താൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങണം. ഹോസ്പിറ്റലിൽ കാണിക്കണം, മരുന്ന് വാങ്ങിക്കണം, പറയുന്ന ചികിത്സ തേടണം, ഇതൊക്കെ ചെയ്യണം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പടച്ചവനോട് ദുആ ചെയ്യുകയും ചെയ്യണം. അതാണ് ഈ ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. പ്രവാചകരെ, ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളെ അറിയുന്ന, ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന രക്ഷിതാവിനോട് ചോദിക്കൂ, അവനോട് ചോദിക്കൂ, അവൻ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിത്തരും. രണ്ടാമത്തേത് മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്. അവിടെയും ജനങ്ങളുടെ രാജാവ് എന്നാ പറയുന്നത്. സർവ്വലോകത്തിന്റെയും അധിപൻ എന്ന റബ്ബിന് പറയാം. പക്ഷെ ഇവിടെ അല്ല പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ രാജാവ്. ജനങ്ങളുടെ രാജാവിനോട് അഭയം തേടൂ നബിയെ. ഇലാഹിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളുടെ ആരാധ്യൻ, അവനോടും കാവൽ ചോദിക്കാൻ പറ നബിയെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ എല്ലാം ജനങ്ങളെയാണ് മുൻതൂക്കം നൽകി. ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ സംരക്ഷകൻ, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ആരാധ്യൻ, ഇങ്ങനെ ജനങ്ങളുടെ എന്ന് കൂട്ടിയാണ് പറയുന്നത്. ഈ വാചകങ്ങൾ അറിയിക്കുന്നത് അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായ പ്രത്യേകിച്ച് മനുഷ്യരോടുള്ള ബന്ധം, ആ ഒരു ബന്ധമാണ് ഈ വാചകം തന്നെ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ 3 വാചകങ്ങളിലൂടെ അള്ളാഹു അറിയിക്കുന്നത്, അള്ളാഹുവിനെ വിളിച്ച് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. സാധാരണ നാം ഈ ലോകത്ത് അഭയം തേടാറുള്ളത്, താൽക്കാലിക അഭയം തേടാറുള്ളത്, കൊച്ചുകുട്ടികളാണെങ്കിൽ മാതാപിതാക്കളുടെ ഒരു പാമ്പ് കണ്ടാൽ ഓടി മാതാപിതാക്കളുടെ വാപ്പ അതേ ഒരു പാമ്പ്, അല്ലെങ്കിൽ ഒരു പട്ടി, വാപ്പ ഒരു പട്ടി കടിക്കാൻ വരുന്നത്, ഓടി വാപ്പാരുടെ അടുത്തേക്ക് പോകും. ഇവിടെ നമുക്ക് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമായി നാം താൽക്കാലിക അഭയം തേടുന്നത് നമ്മുടെ സംരക്ഷകനായിട്ട് നമ്മൾ കാണുന്നത് രക്ഷകർത്താവായ പിതാവ്, ഇല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്കാണ്. രണ്ടാമതായിട്ട് നമ്മൾ അഭയം തേടാൻ സാധാരണ കാണാറുള്ളത് നമ്മുടെ താൽക്കാലിക അഭയകേന്ദ്രം, കോടതി, താൽക്കാലിക അഭയകേന്ദ്രം, നമ്മുടെ കേസുകൾ ഫയൽ ചെയ്യാൻ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നഷ്ടങ്ങളൊക്കെ പറയാൻ, പരാതി ബോധിപ്പിക്കാൻ ഇന്ന് നീതിന്യായ കോടതികൾ ഇവിടെയുണ്ട്. എത്ര കണ്ട് നീതിയുണ്ടെന്നുള്ള വേറെ കാര്യം, അത് മറ്റൊരു വിഷയം. അപ്പോൾ നമുക്ക് താൽക്കാലികമായി നമ്മുടെ കേസുകൾ ഫയൽ ചെയ്യാൻ, കേസുകൾ സമർപ്പിക്കാൻ താൽക്കാലിക കോടതിയുണ്ട്, താൽക്കാലിക ഭരണകൂടം നമുക്കുണ്ട്. ഇത് ഒറിജിനൽ ഭരണകൂടത്തെയാണ് അള്ളാഹ് ഇവിടെ നമ്മെ അറിയിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ താൽക്കാലിക ഭരണകൂടമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ നിങ്ങളുടെ ഗവൺമെന്റ്, നിങ്ങളുടെ കോടതി, ഇതൊക്കെ താൽക്കാലിക അഭയകേന്ദ്രം. ഒറിജിനൽ അഭയകേന്ദ്രത്തിലേക്ക് നിങ്ങൾ മടക്കുക. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്, നിങ്ങളുടെ കോടതിയും ഭരിക്കുന്നവൻ, അവിടേക്ക് വേണം ആദ്യം കാര്യങ്ങൾ സമർപ്പിക്കാൻ, അവിടേക്ക് വേണം ആദ്യം നിങ്ങൾ കാര്യങ്ങൾ വിടാൻ. അതുകൊണ്ട് ഒറിജിനൽ റബ്ബിലേക്ക്, ഒറിജിനൽ ഉടമസ്ഥനിലേക്ക്, ഒറിജിനൽ അഭയകേന്ദ്രത്തിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്. എന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ, ജനങ്ങളുടെ മനസ്സിൽ ഒളിച്ചും പാത്തും പമ്മിയും വന്ന് ദുർബോധനം ഇട്ടുതരുന്ന പൈശാചികതയെ തൊട്ടും നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞും പാത്തും നാം അറിയാതെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു മന്ത്രം, ഒരു ദുർബോധനം തോന്നിപ്പിച്ചു തരും. പെട്ടെന്ന് അവനിങ്ങനെ പിന്മാറും. പിശാച് മനസ്സിൽ ഒരു കൊളുത്തിയിട്ട് തന്നിട്ട്, പെട്ടെന്നൊരു ചിന്ത, ദുർബോധനം ഇങ്ങനെ കൊളുത്തിയിട്ട് തന്നിട്ട് അവനിങ്ങനെ പിന്മാറും. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വേണ്ട, അതൊന്നും ചെയ്യണ്ട, അതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല, അതിങ്ങനെ റമദാനാണ് എന്നും പറഞ്ഞ് നമ്മൾ പിന്മാറുമ്പോൾ വീണ്ടും വരും. അതിനാണ് വസ്വാസുൽ ഖന്നാസ് എന്ന് പറയുന്നത്. മടങ്ങി വന്ന് വസ്വാസ് ഉണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ദുർചിന്ത ഇട്ടു തരുന്ന പിശാച് എന്നാണ് അതിന്റെ അർത്ഥം. ബിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഒളിഞ്ഞും പാത്തും ഇരുന്ന് നിങ്ങളുടെ മനസ്സിൽ മടങ്ങി വന്ന് ദുർബോധനം ഇട്ടുതരുന്ന പിശാചിന്റെ ഷർറിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടുക, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ആവർത്തിച്ച് മനുഷ്യ മനസ്സിൽ വന്ന് ദുർചിന്തകൾ ഇട്ടുതരുന്ന പിശാചിനാണ് വസ്വാസിൽ ഖന്നാസ് എന്ന് പറയുന്നത്. ഈ പിശാച് വന്ന് ദുർമോഹങ്ങൾ ഇട്ടുതരുന്നത് പല നിലയിലാണ്. ആദ്യം നമ്മുടെ മനസ്സിൽ ആദ്യം ഇട്ടുതരുന്നത് ദുർമോഹമായിരിക്കും. പെട്ടെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും, അവൻ എത്ര സുഖിമാനാണ്, എത്ര സുഖമായിട്ടാണ് ജീവിക്കുന്നത്, ഇന്നോവ കാറിൽ നടക്കുന്നു, വലിയ ബിസിനസ് ഉണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അടുത്ത ഷോപ്പ് തുടങ്ങി, മറ്റേതാണ് മറിച്ച്, അവന്റെ സൗകര്യങ്ങളെ കുറിച്ചുള്ള ദുർമോഹം. അപ്പൊ എനിക്കും ഇങ്ങനെയൊന്നും ആവാൻ എന്താ പറയുക, ഞാൻ എത്ര നാളായിട്ട് ഈ വണ്ടി ഉരുട്ടി കൊണ്ട് നടക്കുക, എനിക്ക് ഇതുവരെ ഒരു പച്ച പിടിച്ചിട്ടില്ലല്ലോ, അവൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കും. അപ്പോഴൊരു കാര്യം ചെയ്യാം, ലോട്ടറി എടുത്താലോ, ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുക. അധ്വാനിക്കാതെ പെട്ടെന്ന് പണം വരാനുള്ള മാർഗം അവൻ നോക്കുന്നത്, കുറുക്ക് വഴി.
പിശാച് ആദ്യം തോന്നിപ്പിച്ചു കൊടുക്കും, ലോട്ടറി എടുത്താലോ അതാവുക പോയാൽ 10 രൂപ കിട്ടിയാൽ 10 ലക്ഷം. 10 രൂപയല്ലേ പോകുന്നുള്ളൂ. അങ്ങനെയാണല്ലോ അതിന്റെ അനൗൺസ്മെന്റും. പോയി കഴിഞ്ഞാൽ 10 രൂപ കിട്ടിയാൽ 10 ലക്ഷം. പോട്ടെ, ഒരു 10 രൂപ, ഏറെ ഏതെല്ലാം വഴിയിലൂടെ പോകുന്നു. 10 രൂപ 20 രൂപ പോകുവാണെങ്കിൽ പോട്ടെ, ഒരു 10 രൂപ അയാൾ എടുക്കുന്നു, അടിച്ചില്ല. പിറ്റേ ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുറെ ബിസ്മിയൊക്കെ പറഞ്ഞ് അടുത്ത ദിവസവും കൂടി 10 രൂപയ്ക്ക് വീണ്ടും ലോട്ടറി എടുക്കുന്നു. ചിലപ്പോൾ അതും അടിക്കൂല. അപ്പോഴായിരിക്കും ഓർക്കണം 1 പിഴച്ചാൽ 3, ആ മൂന്നാമത്തെ ചിലപ്പോൾ മിക്കവാറും അടിച്ചേക്കും. ഇതും കൂടി നോക്കാം, ഔദും ബിസ്മിയും ഫാത്തിഹായും ആയത്തെക്കുറിച്ച് ഒക്കെ ഓടി അടുത്ത ലോട്ടറി കൂടി എടുത്തിട്ട് പള്ളിയിൽ 1-2 റക്അത്ത് നിസ്കരിച്ച് ദുആയും കൂടി ചെയ്യും. ദുആ ചെയ്താൽ എല്ലാം സാധിക്കുന്നതാണല്ലോ. 2 റക്അത്ത് കൂടി അങ്ങ് നിസ്കരിച്ചിട്ട് പടച്ചവനെ ഞാൻ ആകെ കഷ്ടപ്പാടിലാണ്, ദുരിതത്തിലാണ്, ഈ ലോട്ടറി കൂടി അടിച്ചില്ലെങ്കിൽ എന്നെ 30 രൂപ പാടായി പോകുന്നു, ഇതെങ്കിലും ഒന്ന് സഫലമാക്കി തരണേന്ന് വാവിട്ട് കരഞ്ഞ് ഒരു സുന്നത്ത് നോമ്പും പിടിച്ച് പടച്ചവനോട് ദുആ ചെയ്യും. പക്ഷേ അപ്പൊ അതാണ് ദുർമോഹം ആദ്യം ഇട്ടുതരും. ആദ്യം ഒരു ദുർമോഹം, എങ്ങനെ മുതലാളിയാവാം, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ പെട്ടെന്ന് വേണ്ട, ലോട്ടറി എടുക്കാൻ പാടില്ലല്ലോ എന്ന് പെട്ടെന്ന് ഒരു മനസ്സിൽ ചിന്ത വന്ന് അതങ്ങ് മാറ്റുമ്പോഴായിരിക്കും വീണ്ടും അവൻ കടന്നു വരും. അതാണ് വസ്വാസുൽ ഖന്നാസ്, മടങ്ങി മടങ്ങി വരുന്ന റബ്ബ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചിന്ത ഇട്ട് എന്ന് നമ്മൾ നന്നാവാൻ നോക്കി അവൻ വിടൂല, അവൻ വീണ്ടും വരും, വീണ്ടും ഇട്ടു തരും. അതൊന്നും സാറില്ല, 3 പ്രാവശ്യം പോയെന്ന് ഓർത്തുകൊണ്ട് ഇപ്പൊ എന്താ, 30 രൂപയല്ലേ പോയുള്ളൂ, ഒന്നുകൂടി എടുത്തു നോക്കാം. ശരി, വീണ്ടും ആയി. അങ്ങനെ എടുത്തെടുത്തെടുത്ത് ജീവിതകാലം മുഴുവനും ലോട്ടറി എടുത്ത് ഒരു 10 രൂപ പോലും അയാൾക്കടിക്കാതെ ലോട്ടറി ടിക്കറ്റിന്റെ മുകളിൽ കിടന്ന് ആത്മഹത്യ ചെയ്ത ആളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ലോട്ടറി ടിക്കറ്റ്, ബെഡ് പോലെ ലോട്ടറി ടിക്കറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കിടന്ന് വിഷം പഠിച്ച അയാള് ചത്തുപോയി, മരിച്ചുപോയി അയാള്. കാരണം എന്താ? കുറ്റബോധം. ഇത്രയും നാള് ലോട്ടറി എടുത്തിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, 10 രൂപ പോലും അയാൾക്ക് അടിച്ചില്ല. ചിലപ്പോൾ ഇടയ്ക്കെന്ത് ചെയ്യും പിശാച്? ഇടയ്ക്ക് ഒരു 10 രൂപ ചിലപ്പോൾ അടുപ്പിച്ചേക്കും, 15,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ ചിലപ്പോൾ ഒന്ന് അടിക്കും. ഉണ്ടോ? അപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും ഭാഗ്യം കെട്ടവനല്ല, 10,000 രൂപ കഴിഞ്ഞവനെ അടിച്ചല്ലോ, അപ്പൊ വീണ്ടും എടുക്കും. ഇങ്ങനെ മനുഷ്യനെ വഷളായ ഓരോ ചിന്തകൾ ഇട്ട്, വസ്വാസുൽ ഖന്നാസ്, മടങ്ങി 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 വന്ന് ഓരോരോ ചിന്തകൾ ഇട്ട് തന്ന് മനുഷ്യനെ തെറ്റിലേക്ക് ചായച്ചുകൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, ഈ സെറ്റിൽ നിന്ന് നിങ്ങളെ തടുക്കാൻ നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതിന് മറ്റൊരു ശക്തിയുടെ കഴിവ് വേണം, മറ്റൊരു ശക്തിയുടെ സഹായം വേണം. അത് അല്ലാഹുവിന്റെ സഹായമല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, നബിയെ അങ്ങ് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ മടങ്ങി മടങ്ങി മനസ്സിൽ ദുർബോധനം ഇട്ടുതരുന്ന പിശാചിന്റെ ശർറിൽ നിന്ന് അവിടുന്ന് റബ്ബിനോട് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും. അതാണ് നബിതങ്ങൾ കിടക്കാൻ നേരത്ത് പോലും ഇത് ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. റബ്ബിൽ ഫലക്കും റബ്ബിന്നാസും ഓതിയിട്ടേ കിടക്കുള്ളൂ. സഹാബാക്കളോട് അപ്രകാരം പഠിപ്പിക്കുകയും ചെയ്തു. കാരണം ഈ വസ്വാസുൽ ഖന്നാസ് എന്ന് പറയുന്ന ശൈത്താൻ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ ദുർബോധനം ഇങ്ങനെ ഇട്ടു തന്ന് എങ്ങനെയെങ്കിലും വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ഐഡിയകൾ അവൻ ഇട്ടു തരും, ഓരോ മാർഗങ്ങൾ, അതിന് ഓരോ ന്യായീകരണങ്ങളും അവൻ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിക്കും. എന്ത് ശൈത്താൻ കടന്നു വരുന്ന പല മാർഗങ്ങളിലൂടെയാണ്. ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് പൈശാചികത ഇട്ടുതരുന്നത് പല മാർഗങ്ങളിലൂടെ, പടിപടിയായിട്ട് ഇട്ടുതരുള്ളൂ. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നറിയോ? നിസ്കാരമൊന്നുമില്ലാതെ വെറുതെ നടക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ മനസ്സിൽ ആദ്യം തോന്നിപ്പിക്കുന്നത് കുഫറും ശിർക്കുമായിരിക്കും. ഭയങ്കരമാണ് അവൻ. കുഫറും ശിർക്കും ആദ്യം തോന്നിപ്പിക്കും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് വെളി ചാടാൻ വേണ്ടി എല്ലാ മാർഗവും നോക്കും. അവൻ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. കുഫറും ശിർക്കും ആദ്യമായി വെക്കുന്ന വെടി ആ വെടിയാണ്, കുഫറും ശിർക്കും. അതിൽ നമ്മൾ പരാജയപ്പെടുകയും അവൻ ജയിക്കുകയും ചെയ്താൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ അടുത്ത ആളുടെ പിന്നാലെ പോകാം, അവനെ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യമായി നോക്കുന്നത് കുഫറും ശിർക്കും മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുക. വെറുതെ എങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വരുന്നത്, ക്രിസ്ത്യാനികൾ മിഷണറി പ്രവർത്തനമൊക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഇവിടെ വളരെ കുറവാണ്. അവർ വീടുകളിൽ വന്നിട്ട്, ദരിദ്രരുടെ വീടുകൾ നോട്ട് ചെയ്ത് കണ്ടുപിടിച്ചവരുടെ വീടുകളിൽ വന്നിട്ട് എത്ര നാളായി നിങ്ങൾ കഷ്ടപ്പെടുന്നു, നിങ്ങളുടെ പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ നാട് തോറും വീട് തോറും എത്ര മുസ്ലിം ആജിയാക്കന്മാരെ വീട് കയറി ഇറങ്ങി, ആരെങ്കിലും നിങ്ങളെ സഹായിച്ചോ? എത്ര പള്ളികൾ നിങ്ങൾ കയറി ഇറങ്ങി, ആരെങ്കിലും നിങ്ങളെ സഹായിച്ചോ? ഈ കൂര ചോർന്നൊലിക്കുന്നത് കണ്ടില്ലേ? പെമ്മക്കൾ വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നു, നിങ്ങൾ ചികിത്സിക്കാൻ എന്തെങ്കിലും നിത്യവരുമാനം നിങ്ങൾക്കുണ്ടോ? ഒരു കാര്യം ചെയ്യും, അതിനൊരു പരിഹാര മാർഗമുണ്ട്. നിങ്ങൾ ഇന്ന ദിവസം ഇന്ന പള്ളിയിലേക്ക് വാ, ഇന്ന പള്ളിയിലേക്ക് വാ, നിങ്ങളുടെ കാര്യങ്ങൾ അച്ഛനുമൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ച് വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി തരാം. അവിടെ ചെല്ലുമ്പോൾ ഇയാളെ പിടിച്ച് മാമോദീസയെ മുക്കി ഇയാൾക്ക് ആദ്യം തന്നെ ഇയാൾക്കുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരു വീട് ആദ്യം തന്നെ വെച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? വീട് വെച്ചു കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് രോഗം വന്നാൽ ഞങ്ങളുടെ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോരാൻ നിങ്ങൾക്ക് ഫ്രീ ചികിത്സ.
മകളെ കെട്ടിക്കാനാണെങ്കിൽ അതിന് ഫ്രീ ആയിട്ട് ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്നു, ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഇവർ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഇത് വേറൊരാൾ കാണുമ്പോൾ എടാ ഞാൻ ഇങ്ങനെ വെറുതെ എന്തിനാ ഇങ്ങനെ പള്ളികളെല്ലാം കയറി ഇറങ്ങി നടക്കുന്നത്, അയാൾ കണ്ടില്ലേ, അയാൾ കുറേ ആൾ നിസ്കരിച്ചിട്ടൊക്കെ നടന്നു, അതിന് വല്ല മുസ്ലിങ്ങളും വല്ല കാശും കൊടുത്തോ, സക്കാത്ത് സദക്കാത്തൊക്കെ പറയുന്നുള്ള സംവിധാനം ഇസ്ലാമിൽ ഉണ്ടെന്നല്ലാതെ ഞങ്ങളുടെ കണ്ണീര് കാണാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവനെ പോയതുപോലെ നമുക്ക് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീടായി, എത്ര നാളിങ്ങനെ കിടക്കാനാ, നമുക്കൊരു വീടായി, പെമ്മക്കൾ പ്രായമായി, അവരെ നമുക്ക് കെട്ടിച്ചു വിടണം, നമുക്കൊരു നിത്യ തൊഴിലില്ല, ഒരു തൊഴിലെന്തെങ്കിലും അവർ ചെയ്തു തരും. എന്നാൽ അങ്ങനെ എന്തെങ്കിലും മാർഗം ആലോചിച്ചാലോ? കണ്ടോ, പിശാച് ആദ്യം തോന്നിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തയാണ്, ആദ്യം തോന്നിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തയാണ്. ഇന്നലെ എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു, ഒരു മാതൃകയ്ക്ക് വേണ്ടി ഞാൻ പറയുക, അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കളമശ്ശേരിയിലുള്ള ഒരു സഹോദരൻ. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി, എനിക്ക് മറുപടി ഇല്ലാതായിപ്പോയി. എൻ്റെ അടുത്ത് ചോദിച്ച വലിയ എന്തോ ഒരു ഭീകരമായ കാര്യം ചെയ്തിട്ടാണ് വരുന്നതെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അദ്ദേഹം മുമ്പിൽ വന്ന് ഒരു 2 മിനിറ്റ് മിണ്ടാതിരിക്കുക, മൂപ്പർക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല. എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ ഈ മിനിങ്ങാന്ന് എനിക്ക് ചെറുപ്പത്തിൽ മുതലേ ഒരു രോഗമുണ്ട്, എൻ്റെ കൈയുടെ വിറയൽ നിൽക്കുകയില്ല, ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, അപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുക, അയാൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. ഈ കൈയുടെ രോഗത്തെ ഞാൻ ഒരുപാട് എല്ലാ ചികിത്സയും നടത്തി നോക്കി, ഒരല്പം പോലും കുറവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തൊരു ഫാദറാണ്, ഞാൻ ആ സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാ അതിനിപ്പോൾ എന്തോരം പരിഹാരങ്ങളുണ്ട്, രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത്, എവിടെയാണത്, ആ പോട്ട അല്ലേ, ആ പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നു, എല്ലാവരും രോഗികളാണ്, ഞൊണ്ടി കാലിന് സ്വാധീനമില്ലാതെ നടുവളഞ്ഞ് ഒരു നിലയിലും നിവൃത്തിയില്ലാതെ ആളുകളെ എടുത്തുകൊണ്ട് വന്ന് അവിടെ വന്ന് ഓഹോ എന്ന് പറഞ്ഞ് അവിടെ വന്ന് 2 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി അയാൾ നടക്കാൻ പോലും എടുത്തുകൊണ്ട് വന്ന ആൾ തിരിച്ച് ഉഷാറായിട്ട് നടന്നു പോവുക. ഇത്ര അനുഭവങ്ങളാണ് ഉള്ളത്. നീ എന്തിനാ പ്രയാസപ്പെടുന്നത്, നീ അങ്ങോട്ട് പോവാ, ഞാൻ വേണ്ടുന്ന റെക്കമെൻഡൊക്കെ ചെയ്തേക്കാം, നമ്മളൊന്നിച്ച് പഠിച്ചല്ലേ, ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചല്ലേ, നീ പോരെ. ഇയാൾ പറഞ്ഞു ആ ശരി. അങ്ങനെ ഇയാൾ പോയി പോട്ടയിൽ പോയി നിസ്കരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ. അയാൾ പോട്ടയിൽ പോയി, അവിടെ ചെന്ന് അച്ഛൻ്റെ അടുക്കൽ മുസ്ലിമാണെന്ന് കൂടി അറിയുമ്പോൾ അവർ എങ്ങനെയെങ്കിലും അതിന് കൂടുതൽ തരപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതറിഞ്ഞപ്പോൾ അച്ഛന് വലിയ സന്തോഷം. ദേ ഇസ്ലാമിൽ നിന്ന് പോലും ഒരാൾ വന്നിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാളുടെ കൈക്ക് വിറയാണ്, അതിപ്പോൾ തന്നെ മാറാൻ പോവാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പ്രഖ്യാപിച്ച് എന്തൊക്കെ ചെയ്ത് അയാളുടെ കൈക്ക് അല്പം വിറയിൽ കുറയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. കൈയുടെ വിറ അല്പം, അപ്പൊ ചെറുപ്പം മുതൽ ജനിച്ചപ്പം മുതൽ വിറച്ചുകൊണ്ടിരുന്ന അയാള് ഈ പോട്ടയിൽ പോയി അച്ഛൻ വിളിച്ച് 2 പ്രാർത്ഥന നടത്തിയപ്പോൾ വിറ ഇങ്ങനെ കുറയാൻ തുടങ്ങി. അയാൾ കാണുകയാണത്, അയാളിങ്ങനെ വിറ കുറയാൻ തുടങ്ങി. അപ്പോഴും മനസ്സ് വിറച്ചുകൊണ്ടിരിക്കുക. ഈമാനുണ്ടല്ലോ ഉള്ളിൽ ഈമാനുണ്ടല്ലോ, മനസ്സ് പിടപെടാന്ന് പിടച്ചുകൊണ്ടിരിക്കുക. കൈ വിറയിൽ അല്പം കുറയുമ്പോൾ മനസ്സിന്റെ സ്പീഡ് വിറയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അയാൾ അവിടെ ഒരു അല്പം ആശ്വാസം കിട്ടി സന്തോഷത്തോടുകൂടി അവിടുന്ന് മടങ്ങി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സമാധാനമില്ല. ഈമാനുണ്ടല്ലോ ഉള്ളിൽ, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുള്ളവനല്ലേ അവൻ അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോകാൻ റബ്ബ് അനുവദിക്കുമോ? റബ്ബിന് സഹിക്കുമോ? അത് എൻ്റെ അടിമ ഇതുവരെ എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ അടിമ എൻ്റെ കൈ വഴി പോയല്ലോ എന്നല്ലേ റബ്ബ് ആലോചിക്കുള്ളൂ. റബ്ബ് കാരുണ്യവാനല്ലേ? റബ്ബ് വിട്ടില്ല. അവൻ മനസ്സിൽ ടെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. ടെൻഷൻ, മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ടു, വല്ലാത്തൊരു കുറ്റബോധം, ഊണില്ല, ഉറക്കമില്ല, ആകെ ടെൻഷൻ. എവിടെയെങ്കിലും ചെന്ന് ഈ കാര്യം ഒന്ന് പറയണം, എന്താ അതിനോട് പ്രതിവിധി നോക്കണം. 3-4 പേരെടുത്ത് കണ്ടു, സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു പോടാ, നീ കാഫിറായിപ്പോ, നിനക്ക് ഈ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് കാട്ടി ഓടിച്ചു. ഞാനിനി എന്താ ചെയ്യേണ്ടത്? വിറച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. ഇന്നലെ കളമശ്ശേരിയിലുള്ള സഹോദരനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അയാളെ ഞാനും മാറ്റിപ്പയച്ചാലോ? നേരെ പോയി അയാൾ മെമ്പർഷിപ്പ് എടുക്കും, ക്രൈസ്തവത്തിൽ പോയി മെമ്പർഷിപ്പ് എടുക്കും. ഇനി എനിക്ക് ഒരു രക്ഷയില്ലെന്ന് കരുതി നീ ഒരു നിലയിലും വിഷമിക്കേണ്ട. പടച്ചവൻ കാരുണ്യവാനാണ്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ കുറ്റബോധം നിന്റെ മനസ്സിലുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തൗബ. ഇനിയും 2 റക്അത്ത് നമസ്കരിച്ച് ഇപ്പോൾ തന്നെ പടച്ചവനോട് ഖാലിസായ നിലയിൽ തൗബ ചെയ്യ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തു പോയി പടച്ചവനെ എന്ന് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദുആ ചെയ്യ്.
ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല, ചിന്തിക്കുക പോലും ഇല്ലെന്ന് പടച്ചവനോട് സത്യം ചെയ്. ഒരു നിലയിലും അതിലേക്ക് മടങ്ങില്ലെന്ന് ഉറപ്പ് കൊടുക്ക റബ്ബിന്. പടച്ചവൻ നിന്റെ പാവം പുറത്തു തരും, പടച്ചവൻ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞ് അവനെ തഴുകി തലോടെ ഇപ്പോൾ ഒരു പകുതി ആശ്വാസമായി. വലിയ കെട്ടെടുത്ത് താഴെ വെച്ചതുപോലെയായി വലിയ ആശ്വാസം. അവിടെ നിന്ന് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഈമാനും പുതുക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയി ഇന്നലെ ഉച്ചയ്ക്ക്. ഞാൻ ഓർത്തു പോവുക ഇത് പറഞ്ഞപ്പം. അപ്പം ഇങ്ങനെ ഇതൊക്കെ പിശാചിന്റെ കളിയാ സഹോദരങ്ങളെ, പിശാചിന്റെ കളിയാ. വസ്വാസുൽ ഖന്നാസ് എന്നല്ല പറഞ്ഞില്ലേ, നമുക്ക് തടുക്കാൻ കഴിയില്ല. നമസ്കാരമുള്ള ആ മനുഷ്യനെ പോലും ഏതോ ഒരു സാഹചര്യത്തിൽ പിശാച് കൂട്ടിക്കൊണ്ടു പോയില്ലേ കോട്ടയിലേക്ക്. അവരുടെ മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്ത് അവരുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് അത് അല്പം ആശ്വാസവും കൂടി അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശ്വാസമായിട്ട് മാറി. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണം. അവൻ എങ്ങനെ പോകും, അവൻ അവിടം വരെ വാതിക്ക് പോയാലും അങ്ങോട്ട് കയറുവോ, ചെറിയൊരു ആശ്വാസം കൊടുത്തു നോക്കാം, എന്നാൽ അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, ഇതൊക്കെ റബ്ബ് പരീക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് തടുക്കാൻ കഴിയാത്ത ശർറാണ്, നമ്മെ കൊണ്ട് ഇത് ഒഴിഞ്ഞു മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല പ്രവാചകനോടും പറഞ്ഞു, നബിയെ എന്നെ വിളിച്ച് കാവൽ ചോദിച്ചോ, വേറെ എവിടെയും അഭയം ചോദിച്ചിട്ട് കാര്യമില്ല. ഇവൻ നുഴഞ്ഞു കയറും, നിങ്ങൾ അറിയാത്ത നിലയിൽ ഇവൻ വന്ന് കയറും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് അഭയം പ്രാപിക്കലല്ലാതെ മറ്റൊരു പരിഹാര മാർഗം ഇതിനില്ല. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്നാണ് അല്ലാഹു തആല ഇവിടെ നമ്മളോട് പറയുന്നത്. അല്ലാഹു ഇഷ്ടപ്പെടുവോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവന്റെ മുമ്പിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പടച്ചവന് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും ചെയ്താൽ പടച്ചവന് ഇഷ്ടപ്പെടുവോ? 100 ന്യായങ്ങൾ നമുക്ക് ചെയ്തു. ഖബറിനെ തവാഫ് ചെയ്യുന്നവരില്ലേ, ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരില്ലേ, ഖബറിനെ തൊട്ടുമുത്തുന്നവരില്ലേ? ആർക്കാ അറിയാൻ പാടില്ലാത്തത്? ഇത് പാടില്ലെന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? പിശാച് മുന്നിൽ വന്ന് മനസ്സിനുള്ളിൽ വന്ന് ചോദിപ്പിച്ചിട്ട് ആ കാബേനെ പോലും തവാഫ് ചെയ്യുന്നു. പിന്നെ ഇപ്പം ഈ ഇവിടെ തവാഫ് ചെയ്തെന്താ കുഴപ്പം? അങ്ങനെയാണ് കാബ പോലും തവാഫ് ചെയ്യുമെന്ന് പറയണ്ടേ? കാബയിൽ ചെല്ലുമ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കല്ല, ആ കല്ല് പോലും തൊട്ടുമുത്തുന്നു, അതിനെ പോയി ചുംബിക്കുന്നു. അതൊരു കല്ലല്ലേ? എന്നാ പിന്നെ ഇവിടെ കിടന്നു കരുതി ഇവിടെ ഈ ഖബറിനെ നമ്മൾ തൊട്ടുമുത്തി എന്താ കുഴപ്പം? ഇങ്ങനെ 100 ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇട്ട് തരും. ഇത് വെറുതെ പറയുന്നതല്ല, അല്ല പറഞ്ഞതാണ് ഇട്ട് തരും. അപ്പൊ ഈ ഇട്ട് തരുമ്പോൾ ഈ ചിന്തയിൽ നിന്നും ഇത് പിശാചിന്റെ ദുർബോധനമാണ്, വേറെ ഒന്നുമല്ല. ആരുടെയും വൈറ്റപ്പഴപ്പിന് വേണ്ടിയോ ആരുടെയും ജോലിക്കോ വേണ്ടി പറയുന്നതല്ല. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണെന്നുള്ള ചിന്ത, ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് മാറണമെങ്കിൽ പടച്ചവനോട് കാവൽ ചോദിക്കണം. പടച്ചവന്റെ സഹായം വേണം, വേറെ ആരുടെ സഹായം ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് എന്നെ വിളിച്ച് നിങ്ങൾ ഈ കാര്യമൊക്കെ എന്നെ അറിയിച്ചേരെ, എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചേരെ, എന്നോട് വിളിച്ച് പറഞ്ഞേരെ, ഞാൻ അതിന്റെ വേണ്ട പ്രതിവിധി കണ്ടോളാം എന്ന് റബ്ബ് പറയുകയും ഉറപ്പ് നൽകുകയും ചെയ്യുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് നമുക്ക് സന്താനങ്ങൾ തന്ന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ളൊരവസ്ഥ നമുക്ക് തന്നിട്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റാർക്കെങ്കിലും വീതിച്ചു കൊടുത്താൽ അല്ലാഹ് എങ്ങനെയാണ് അത് സഹിക്കുന്നത്? അള്ളാഹുവിന് എങ്ങനെയാണ് അത് തൃപ്തിയാവുന്നത്? അള്ളാഹുവിന് എങ്ങനെ നമ്മളോട് ദേഷ്യമില്ലാതിരിക്കും? നമ്മുടെ വീട്ടിൽ ഒരു കോഴിയെ വളർത്തുന്നത് സങ്കല്പിച്ചോ, ഒരു കോഴി നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ആ കോഴി എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വന്ന് മുട്ട തന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ മുട്ട നിത്യേന മുടങ്ങാതെ തന്നുകൊണ്ടിരിക്കുക. നാം ആ കോഴിക്ക് കൊടുക്കുന്നത് എന്താ? വേസ്റ്റ്. നാം ആ കോഴിക്ക് കൊടുക്കുന്നത് വേസ്റ്റ്. അരിയെല്ലാം ചാക്കിൽ 10 കിലോ 20 കിലോ അരി വാങ്ങിച്ചു വെച്ചിരുന്നു, അരി കുറേയൊക്കെ പൂത്തുപോയി, അത് കോഴിക്ക് കൊടുത്തേരെ കണ്ട. അപ്പൊ വേസ്റ്റ് വന്നാൽ അത് കോഴി രാത്രി കുറച്ച് ചോറൊക്കെ പിള്ളേരെല്ലാം കൂടെ കൈയിട്ട് ഇളാമ്പി ആകെ ഒന്നിനും കൊള്ളില്ലാത്ത ചോറ് കുറച്ച് വെച്ചുമ്പോൾ അത് എന്ത് ചെയ്യും? അത് കോഴിക്ക് കൊടുത്തേരെ കണ്ട, അതും കോഴി. അപ്പൊ വേസ്റ്റ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം തിന്നുന്ന നാം കൊടുക്കുന്ന ഒരു ജീവിയാണ് കോഴി. ഈ കോഴി ഒരു ദിവസം മുട്ട തന്നില്ലെങ്കിലോ, മുട്ട തന്നുകൊണ്ടിരിക്കുന്ന ഈ കോഴി ഒരു ദിവസം വേറെ അടുത്ത വീട്ടിൽ പോയി മുട്ടയിട്ട് വന്നാലോ, ആ കോഴി എന്നും അവിടെ കൊണ്ട് മുട്ടയിടില്ല. ഇവിടെ ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് മുട്ടയിടൂല, അവിടെ പോയി മുട്ടയിടും ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ. എന്നാൽ രാത്രി ആ കോഴി ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നില്ല. നമ്മൾ ആരെങ്കിലും അന്വേഷിച്ച് പോവോ, അല്ലാ എൻ്റെ ഒരു കോഴീനെ കണ്ടില്ല, രാത്രി ആരെങ്കിലും വീട്ടിൽ നിന്ന് ടോർച്ച് പഠിച്ച് അന്വേഷിച്ച് പോവോ? അത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി വല്ല അന്നവും തേടി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയായിരിക്കും. രാത്രി എത്ര വൈകിയാലും തൻ്റെ കോഴിയെ അന്വേഷിച്ചാരും പോകാറില്ല, ഒരാളും പോകാറില്ല. മഴയാണെങ്കിൽ പോലും ആരും അന്വേഷിക്കാറില്ല. ചീഞ്ഞളിഞ്ഞ് മഴ നനഞ്ഞ് കുതിർന്ന് ആ കോഴി നമ്മുടെ വീടിൻ്റെ ഓരത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആ ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പോകണമെന്ന് എനിക്കറിയാം.
നമ്മുടെ വീടിന്റെ ഓരത്ത് ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ നനഞ്ഞ കോഴിയെ പോലെ നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വീടിന്റെ ഓരത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. പാതിരാ സമയത്ത് നമ്മൾ ആരെങ്കിലും വന്ന് കഥ തുറക്കുമ്പോൾ കണ്ടാൽ കോഴിക്കൂട് തുറന്നു കൊടുത്താൽ മാത്രം അത് അതിന്റെ വീട്ടിൽ കയറാൻ പോലും പറ്റുള്ളൂ. ഇങ്ങനെ നമ്മുടെ തുച്ഛമായ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ഈ കോഴി അല്ലെങ്കിൽ ഒരു പട്ടി, ഇവകൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന വേസ്റ്റാ. വീട്ടിൽ പട്ടി വളർത്തുന്നുണ്ടെങ്കിൽ, പട്ടി വളർത്താമെന്നല്ല ഞാൻ പറയുന്നത്, പട്ടി വളർത്തുന്നവരെ കുറിച്ച് പറയാ, അന്യജാതികളോ ആരെങ്കിലും ആവട്ടെ, അതെന്തെങ്കിലും ആവട്ടെ, പട്ടിയാണെങ്കിൽ ആ പട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? നമ്മൾ നല്ല ഇറച്ചി, ചിക്കനൊക്കെ ഇറച്ചി കടിച്ചു എന്നിട്ട് എല്ല് വലിച്ചിട്ട് അവൾ കൊടുക്കും. ഇപ്പൊ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നു, പൂച്ച നല്ല മീനൊക്കെ നമ്മൾ എടുത്ത് നിന്നിട്ട് മുള്ള് അതിന് കൊടുക്കുന്നു. കണ്ടോ? ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് റബ്ബ് തന്നിരിക്കുക. ഏറ്റവും നല്ല ഭക്ഷണം പഴം നീ തിന്നോ, തൊലി പശുവിന് കൊടുത്തേരെ. പഴം ഏറ്റവും നല്ല സാധനം നീ തിന്നോ, തൊലി അത് പശുവിന് കൊടുത്തേരെ. ഏറ്റവും നല്ല സാധനം ഏറ്റവും നല്ല സാധനം ഭക്ഷണത്തിൽ ഏറ്റവും നല്ല സാധനം നമ്മൾ കഴിക്കുന്നു. ബാക്കി മീൻ അതിന്റെ നല്ല ദശയുള്ള ഭാവമൊക്കെ നീ കഴിച്ചു, മുള്ളു പൂച്ചയ്ക്ക് കൊടുത്തേരെ. എല്ല് അതിന്റെ ഇറച്ചിയൊക്കെ നീ കരച്ച് തിന്നു, അതിന്റെ എല്ല് മാത്രം, മാംസത്തിന്റെ എല്ല് മാത്രം നീ പട്ടിക്കോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തേരെ. ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് തന്നിരിക്കുക. അപ്പൊ ഏറ്റവും നമ്മുടെ വീട്ടിൽ വരുന്ന ഏറ്റവും മോശമായ ഭക്ഷണവും വേസ്റ്റും നാം അവകൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവകളൊന്ന് അനുസരണക്കേട് കാണിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നിത്യമായിട്ട് കൂട്ടിൽ കയറുന്ന ഒരു കോഴി കൂട്ടിൽ കയറാതെ മരത്തിന്റെ മുകളിൽ കയറുന്ന അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ എറിഞ്ഞു കാണിച്ച് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും, അല്ലേ? നമ്മൾ ആകെ അതിന് കൊടുക്കുന്നത്, നമ്മുടെ കോഴി എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ നമുക്ക് പറയാനുള്ള അവകാശം നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കുക, ആ കോഴി എന്തെങ്കിലും അല്ലെങ്കിൽ ആ പട്ടി ഇല്ലെങ്കിൽ നമ്മുടെ കീഴിൽ വളരുന്ന ആ ഒരു ജീവി നാം മനസ്സിന് യോജിക്കാത്ത എന്തെങ്കിലും ചെയ്താൽ നാം അത് ശപിക്കും. ആ കോഴിയാണെങ്കിൽ പോലും നമ്മുടെ മുറ്റത്തൊന്ന് കാഷ്ടിച്ചിട്ട് ഈ അവസാനത്തെ കോഴി ഇവിടെ വന്ന് കാഷ്ടിച്ചു നമ്മൾ പറയും, അല്ലേ? ഇവിടെ ഒന്ന് കാഷ്ടിച്ചു, അതിനെ ശപിക്കും, അതിന്റെ പ്രാഗും ഒക്കെ നമ്മൾ ചെയ്യും. കാരണം എന്താ? നമ്മുടെ കോഴി അതിന് നാം കൊടുക്കുന്നത് വേസ്റ്റ്. ഇങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ അടിമയല്ലേ നാം? അള്ളാഹുവിനെ പറയാൻ പാടില്ല എന്റെ അടിമ. അന്ന് നമുക്ക് എത്രയോ ആനുകൂല്യങ്ങൾ തന്നിരിക്കുന്നു. എത്ര ആനുകൂല്യങ്ങൾ! നമ്മൾ ആരായിരുന്നു? വെറും ഒരു നുത്തുഫ. അവ്വലുക നുത്തുഫത്തുൻ മദിറ വആഖിറുക ജീഫത്തുൻ ഖദിറ വഅന്ത ബൈനഹുമാ തഹ്മിലുൽ അദറ. ഒരു ചക്രവർത്തിയുടെ മുന്നിൽ ഒരു മഹാൻ ചെന്ന് പറഞ്ഞു, നീ എന്തിനാ അഹങ്കരിക്കുന്നത്? അവ്വലുക നുത്ഫത്തുൻ മദിറ, നിന്റെ പ്രാരംഭം എന്താണെന്ന് എനിക്കറിയില്ലേ? ആരും തൊട്ടാൽ അറയ്ക്കുന്ന ഒരു തുള്ളി ബീജമായിരുന്നു നീ. ഇതായിരുന്നു നീ. വആഖിറുക ജീഫത്തുൻ ഖദിറ, നിന്റെ അവസാനം ഇനി സംഭവിക്കാൻ പോകുന്നത്, നിന്റെ ഭാര്യ പോലും നീ മരിച്ചാൽ ഒരു ദിവസം പോലും നിന്റെ വീട്ടിൽ വെക്കാതെ നിന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിടും. ആർക്കും വേണ്ട. നിന്നോടൊപ്പം കിടന്നിരുന്ന ഭാര്യ പോലും നീ മരിച്ചാൽ പേടിയാ, നിന്റെ ശരീരത്തെ തൊടാൻ പോലും പേടി. നിന്റെ ശരീരത്തോട് ഇണങ്ങി ചേർന്നിരുന്ന നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ശരീരത്തെ തൊടാൻ പോലും ആ സമയത്ത് ഭയമായിരിക്കും. അങ്ങനെയുള്ള ശവമാകാൻ പോകുന്നവനല്ലേ നീ. വആഖിറുക ജീഫത്തുൻ ഖദിറ, നിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് നീ അഴുകാൻ പോകുന്ന ഒരു ഡെഡ് ബോഡി, ഒരു മൃതശരീരമായി മാറാൻ പോവുകയാണ്. അപ്പൊ ആരംഭം പറഞ്ഞു, അവസാനം പറഞ്ഞു. ആരംഭം നീ ആരും വെറുക്കുന്ന ഒരു തുള്ളി ബീജം, അവസാനം ആരും വെറുക്കുന്ന ഒരു മൃതശരീരം. പിന്നെ ഇത് രണ്ടിനും ഇടയിലുള്ള ജീവിതോ തഹ്മീലുൽ അദറ, ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള സമയം കാഷ്ടം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കുട്ട. ഇതിലല്ലാതെ നീ അപ്പുറം നീ ആര്? രാജാവിന്റെ മുഖത്ത് നോക്കി ഒരു മഹാൻ ചോദിച്ചു, നിന്റെ ജീവിതത്തിന്റെ തുടക്കം ഇത്, അവസാനം ഇത്, ഇതിനിടയിൽ ജീവിക്കുന്ന ഈ ജീവിതം കാഷ്ടം നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കുട്ട, ഇതിനപ്പുറം നീ ആരോടോ എന്ന് അയാളുടെ മുഖത്ത് നോക്കി, രാജാവിന്റെ മുഖത്ത് നോക്കി ആ മഹാൻ ചോദിച്ചു. അപ്പോ ഒന്നുമല്ലാതിരുന്ന നമ്മളെ ഇത്രയും വലിയ സുന്ദരമായ ഒരവസ്ഥയിലേക്ക് റബ്ബ് നീക്കി. റബ്ബ് ഇത്രയും മനോഹരമായ ഒരു അവസ്ഥ തന്നു. നമ്മുടെ കുടുംബത്തിനും നമുക്കുമൊക്കെ ജീവിക്കാൻ അത്യാവശ്യത്തിനുള്ള ചുറ്റുപാട് നമുക്ക് തന്നു. കണ്ണില്ലാത്ത എത്ര ആളുകളുണ്ട്? നമുക്ക് പടച്ചവൻ 2 കണ്ണ് തന്നു, സുന്ദരമായ കണ്ണ്. 2 കണ്ണുകളുമില്ലാതെ തപ്പിത്തടഞ്ഞ് പരസഹായമില്ലാതെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോലും നടക്കാൻ കഴിയാത്ത എത്ര ആളുകൾ, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടെന്ന് പോലും കാണാൻ കഴിയാത്ത എത്ര ആളുകൾ, തന്റെ ഭാര്യയുടെ മുഖം എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആളുകൾ, തനിക്കുണ്ടായ തന്റെ ബീജത്തിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ പോലും ഭാഗ്യം ലഭിക്കാത്തവർ, അല്ലേ?
കണ്ണില്ലാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കണ്ണുണ്ടായിട്ടും അതിന് തെളിച്ചമില്ലാത്തവർ എത്രയോ ആളുകൾ. നമുക്ക് റബ്ബ് നാം ചോദിക്കാതെ തന്നെ തെളിച്ചമുള്ള 2 കണ്ണ് തന്നില്ലേ? 2 കണ്ണുകൾ, സുഖമായി സംസാരിക്കാനുള്ള ഒരു നാവ് പടച്ചവൻ നമുക്ക് തന്നില്ലേ? നാവ് സംസാരിക്കാൻ കഴിയാതെ, നാവുണ്ടായിട്ട് പോലും സുബ്ഹാനമൻ, നാവുണ്ടായിട്ട് പോലും സംസാരിക്കാൻ കഴിവില്ലാത്ത എത്രയോ ആളുകൾ. എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? വെറും ഈ ഒരു കഷ്ണം മാത്രം ചലിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതല്ല, അതിനെ ചലിപ്പിക്കുന്ന ഒരു റബ്ബുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ അർത്ഥം? അങ്ങനെ നമ്മുടെ കഴിവാണെങ്കിൽ നമുക്ക് നാവുണ്ട്. ചില ആളുകൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നാവുണ്ടായിട്ട് പോലും. അതിന് പിന്നിൽ കരുത്ത് പകരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ചലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നമ്മുടെ ശരീരം മുഴുവനും കീറി ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാലും സംസാരത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഏതെങ്കിലും ഒരു ഭാഗത്ത് തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമോ? ഇങ്ങനെ സംസാരിക്കുകയാണ്, നാവ് പടപടാന്ന് ചലിക്കുന്നു, വായിൽ നിന്ന് സംസാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തൊരു അത്ഭുതമാണിത്, എന്തൊരു അത്ഭുതം! അപ്പൊ നാവ് പടച്ചവൻ നമുക്ക് തന്നു, ചുണ്ടുകൾ പടച്ചവൻ നമുക്ക് തന്നു. അലം നജ്അൽ ലഹു ഐനൈൻ, അല്ലാഹ് ചോദിക്കുക, നിങ്ങൾക്ക് 2 കണ്ണ് നാം തന്നില്ലേ? വലിസാനൻ, നാവ് നിങ്ങൾക്ക് നാം തന്നില്ലേ? വശഫത്തൈൻ, 2 ചുണ്ടും നിങ്ങൾക്ക് നാം തന്നില്ലേ? 2 ചുണ്ടുകളില്ലാത്ത അവസ്ഥയെന്ന് ഓർത്തു നോക്കിക്കേ. 2 ചുണ്ടുകളില്ലാത്ത അവസ്ഥ. വീട്ടിൽ പോകുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് മുകളിലത്തെ ചുണ്ട് മുകളിലേക്കും താഴത്തെ ചുണ്ട് താഴത്തേക്കും വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് 2 ചുണ്ടുകൾ ഞാൻ തന്നില്ലേ? വശഫത്തൈൻ എന്ന് ഓർത്തു നോക്ക്. ഇതെല്ലാം റബ്ബ് നമുക്ക് തന്നതാ. നമ്മുടെ ബിസിനസ്, നമ്മുടെ സൗകര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സന്താനങ്ങളില്ലാതെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര ദമ്പതികൾ 40, 50, 60 വയസ്സായി ജീവിതം ഒരു നിലയിൽ കൂടി തള്ളി നീക്കുന്ന എത്ര ആളുകൾ. അല്ലാഹു നമുക്ക് സന്താനങ്ങൾ തന്നു, ഭാര്യ തന്നു, കച്ചവടം തന്നു, ബിസിനസ് തന്നു. ആരുടെ മുമ്പിൽ ചോദിക്കാതെ തന്നെ സ്വന്തമായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നമുക്ക് തന്നു. ഇതൊക്കെ തന്നിട്ടും നാം മറ്റുള്ളവരോടാണ് നമ്മുടെ പ്രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്താണ് നമ്മുടെ ഇബാദത്ത് സമർപ്പിക്കുന്നത്. അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചാൽ അള്ളാഹു നമ്മെ വെറുതെ വിടുവോ? ഒരിക്കലും വെറുതെ വിടില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും മറ്റാരുടെ അടുക്കലും സമീപിക്കാതെ എന്നോട് ചോദിക്കൂ. ഞാൻ ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനാണ്. മലിക്കിന്നാസ്, ജനങ്ങളായ നിങ്ങളുടെ രാജാവാണ് ഞാൻ. റബ്ബിന്നാസ്, നിങ്ങളുടെ ഉടമസ്ഥനാണ് ഞാൻ, നിങ്ങളുടെ സംരക്ഷകനാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് ചോദിക്കൂ എന്ന് അല്ലാഹു തആല നമ്മോട് പറയുന്നു. ശൈത്താന്റെ പൈശാചികതയിൽ നിന്നും ശർറിൽ നിന്നും നിങ്ങൾ എന്നോട് കാവൽ ചോദിക്കൂ. അപ്പോൾ ശൈത്താൻ കടന്നു വരുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞു. ആദ്യം തോന്നിക്കുന്നത് ശിർക്കും കുഫറും തോന്നിപ്പിച്ചുകൊണ്ടാണ്. രണ്ടാമതായി ശിർക്ക്, പിശാച് നമ്മിലേക്ക് കടന്നു വരുന്നത് അതിന് നമ്മൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ ബിദ്അത്ത് തോന്നിപ്പിക്കും. ബിദ്അത്ത്, ശിർക്കിനും കുഫറിനും വഴങ്ങാത്ത ആളുകളുടെ മനസ്സിൽ ബിദ്അത്തുകൾ തോന്നിപ്പിക്കും. ബിദ്അത്തുകൾ പ്രവാചകൻ കാണിച്ചു തരാത്ത ചര്യകൾ ചെയ്തോ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വെറും ഈസി, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ബിദ്അത്തുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും. അതിനും നമ്മൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ അടുത്തതായി തോന്നിപ്പിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നിസാരത തോന്നിപ്പിക്കും. ചെറിയ പാപങ്ങൾ. ഇപ്പൊ കച്ചവടത്തിലുള്ള ചെറിയ വഞ്ചന, കച്ചവടത്തിലും ഇപ്പം ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇത്രയും കിലോ അരി ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത്രയും കിലോ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുക, ഇതിപ്പോ ചെലവാക്കാൻ വേറെ എന്താണ് മാർഗം? എല്ലാവരും ഈ നഷ്ടം കൂടെ സഹിക്കട്ടെ, എല്ലാവർക്കും ചീഞ്ഞും പുഴുത്തതും കുറേശ്ശെ കൊണ്ട് വീതം വെച്ചു കൊടുത്തു കഴിഞ്ഞാല് നല്ലതിന്റെ കൂടെ അതും കൂടെ വെച്ചു കൊടുത്താൽ സംഭവം തീർന്നോളും. ഇല്ലെങ്കിൽ നഷ്ടം മൊത്തം ഞാൻ സഹിക്കേണ്ടി വരും. 100 ന്യായീകരണങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. അതുപോലെ കച്ചവടം തകർന്നു, അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പലരും എന്ന് പറയും പലിശക്കെടുക്കാൻ, ലോൺ എടുക്കാൻ വേണ്ടി പറയും. 1000 ആളുകൾ നന്നായിട്ട് പലിശ ഇതിനു മുമ്പും ബാങ്ക് ലോൺ എടുത്ത് അടച്ചു തീർത്തവരുടെ മുന്നിൽ ബാങ്കുകാർ വന്ന് ക്യൂ നിൽക്കും. ലോൺ വേണോ ഇത്തവണ പലിശയ്ക്ക് കുറവാണ്, പലിശ കുറവടച്ചാൽ മതി, എന്ത് വേണം ഇങ്ങനെ അവർ വന്ന് ക്യൂ നിൽക്കും. ഇതെല്ലാം മറ്റവന്റെ ഷർറാണ്. അവൻ ഇങ്ങനെ വന്ന് നമ്മളെ കുറേശ്ശെയായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിലോ അതിനിപ്പം കുഴപ്പമൊന്നുമില്ല, മറ്റേ ആചാരും അങ്ങനെയല്ലേ വലിയ ആളായത്. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വരും. അയാളിങ്ങനെ കച്ചവടം പൊട്ടിപ്പോയി, ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ലാതെ നിന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ അടുക്കൽ ബാങ്ക് ലോൺ വന്ന് ഇങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ അയാളും അതെടുത്തു. അങ്ങനെയല്ലേ അയാളും രക്ഷപ്പെട്ടു. അയാളിപ്പോ ആരാ, വലിയ നിലയിലല്ലേ. നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് അയാളെ കുറിച്ച് അങ്ങനെ ആചാര്യക്ക് പോലും എടുക്കാമെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കണമെന്നും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രാവശ്യമൊക്കെ എടുക്കാം,
2 പ്രാവശ്യമാണെങ്കിലേ കുഴപ്പമുള്ളൂ, 1 പ്രാവശ്യമൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അവൻ ദുർബോധനം ഇട്ട് തരും. ശരി, എന്നാ അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ ഈ ചിന്തിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ മലക്കിന്റെ ഒരു ചിന്ത വരും, അത് പാടില്ല കേട്ടോ, പലിശയാണ്, ഇതുവരെ നീ അങ്ങനെ ചെയ്തിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആവും. ഉറക്കമില്ല, അവിടെയും ഇവിടെയും തിരിഞ്ഞും മറിഞ്ഞും ബെഡും ഒക്കെ മാറി ഇങ്ങനെ കിടക്കും. കിടന്നു കഴിയുമ്പോൾ വീണ്ടും പിശാച് തോന്നിപ്പിക്കും, അതൊന്നും സാരമില്ല, 1 പ്രാവശ്യമല്ലുള്ളൂ, കച്ചവടം പച്ച പിടിച്ചു കഴിഞ്ഞാൽ അത്രയും കാശ് നീ അങ്ങ് സദക്കയും സക്കാത്തൊക്കെ ആയിട്ട് അവിടെ കൊടുത്ത് തീർത്താൽ മതി, തൗബ ചെയ്താൽ എല്ലാം പുറത്തു വരില്ലേ. റമദാൻ നീ വേണമെങ്കിൽ ഒരു ഹജ്ജും കൂടി അങ്ങ് ചെയ്തോ, അപ്പൊ പാവങ്ങളൊക്കെ പടച്ചവൻ പുറത്തു വരും. മാർഗങ്ങളല്ലൂടെ ഉള്ളത്, എത്ര മാർഗങ്ങളാണ് ഉള്ളത്. പടച്ചവൻ കാരുണ്യവാനാണെന്ന് കഴിഞ്ഞ ആഴ്ച മൊത്തം ഉസ്താദോടെ വലിയ വാത് പറഞ്ഞതാ. പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം, അതൊക്കെ പടച്ചവൻ പുറത്തു വരും, അവൻ വലിയ കാരുണ്യവാനാ, ചെയ്തോ, 1 പ്രാവശ്യമൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ പിന്നെ മനസ്സിൽ അവൻ രാത്രി തന്നെ ചിന്തിക്കുന്നത്, അപ്പൊ നാളെ രാവിലെ ആവട്ടെ, ഇനിയിപ്പോ രാത്രി പറ്റിയല്ലോ, നാളെ രാവിലെ പോകുമ്പോ ബാങ്കിൽ പോയി ഈ കാര്യമൊന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ബാങ്ക് ലോൺ ശരിയാക്കിയേക്കാം എന്ന് പറയുമ്പോ അങ്ങനെ പറയല്ലേ, നാളത്തേക്ക് വെക്കരുത്. ഒരു കാര്യം നാളത്തേക്ക് വെക്കാൻ പാടില്ല. ഇപ്പൊ നീ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വിളിച്ച് നീ ഫോൺ ചെയ്യും, ഫോണല്ലോ അതിൻ്റെ അടുത്തിരിക്കുന്നത്, വിളിച്ച് ബാങ്കിലേക്ക് വിളിച്ചു പറ, നാളെ രാവിലെ ഞാൻ പറയും എനിക്കുള്ള മറ്റത് അങ്ങ് മാറ്റി വെച്ചേരെ, ഇല്ലെങ്കിൽ സ്ഥലത്തിന്റെ അഡ്വാൻസ് നാളത്തേക്ക് നീ വാങ്ങിക്കാൻ, നാളെ ലോൺ എടുക്കാൻ പോകുമ്പോൾ ആ സ്ഥലം വേറെ ആരെങ്കിലും പോയി അഡ്വാൻസ് കൊടുക്കും, നീ ഇന്ന് തന്നെ വിളിച്ചു പറ, അതെല്ലാം ഓക്കെ ആക്ക്. അപ്പൊ തന്നെ അവനെ എങ്ങനെയെങ്കിലും കുത്തി പരിക്കേൽപ്പിച്ച് വിളിച്ച് പറയിപ്പിച്ച് അത് ആകെ കുളം തോന്നിയിട്ടേ അവൻ അവിടുന്ന് പോകുള്ളൂ. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞു, നടക്കൂല, നിങ്ങളുടെ ശക്തി കൊണ്ടൊന്നും നിങ്ങളുടെ കരങ്ങളുടെ ശക്തി കൊണ്ടൊന്നും അവനെ ഓടിച്ചുവിടാൻ കഴിയൂല. എന്നോട് ചോദിക്ക്, ഞാൻ ജനങ്ങളുടെ റബ്ബാണ്, ജനങ്ങളുടെ രാജാവാണ്, ജനങ്ങളുടെ ആരാധകനാണ്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കെ, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അവൻ കടന്നു വരുന്ന വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ സൂറത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. അങ്ങനെ മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, എങ്ങനെയുള്ള പിശാചാണ്? ജനങ്ങളുടെ ഹൃദയത്തിൽ അവൻ വസ്വാസ് ഇട്ട് കൊടുക്കും, ജനങ്ങളുടെ ഹൃദയത്തിൽ അവൻ ദുർമന്ത്രം തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള പിശാച് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, സുദൂരിൻ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയം, ജനങ്ങളുടെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ പാപം ഇങ്ങനെ ഇട്ടുകൊടുക്കും. അങ്ങനെയുള്ള പിശാച് മിനൽ ജിന്നതി വന്നാസ്, അത് ശൈത്താൻ മാത്രമല്ല, ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താനുണ്ട്, മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താനുണ്ട്. ഇത് രണ്ടിൽ നിന്നും കാവൽ ചോദിച്ചു. കാരണം മനുഷ്യരൂപത്തിലും പിശാചുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോണിന്റെ കാര്യമൊക്കെ വന്ന് സംസാരിക്കുന്ന, ബാങ്ക് ലോൺ വന്ന് സംസാരിക്കുന്ന, ബാങ്കിൽ നിന്ന് വരുന്ന ആളുകൾ പിശാചല്ലല്ലോ, അവൻ മനുഷ്യപ്പിശാചാണ്. അതുകൊണ്ടാണ് റബ്ബ് അത് മറക്കാതെ പിശാചിന്റെ ശരീരത്തിൽ നിന്ന് മാത്രം കാവൽ ചോദിക്കുന്നു പറഞ്ഞില്ല. മിനൽ ജിന്നതി വന്നാസ്, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചിൽ നിന്നും മനുഷ്യവർഗത്തിൽപ്പെട്ട